ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. തുടരും, അതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന സിനിമയുടെ പേര്. ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ. ഈ രീതിയിൽ ഒരു വളരെ ചെറിയൊരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് തുടരും നമ്മുടെ മുന്നിൽ ട്രെയിലറിലൂടെയും ടീസറിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു സിനിമയാണ് തുടരും. വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ മോഹൻലാലിന്റെ സത്യസന്ധമായ നമ്മൾ മറന്നുപോയിട്ടുള്ള നർമ്മഭാവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നൊരു സിനിമയാണ് തുടരും. അവിടെ നിന്ന് അങ്ങോട്ട് ഷൺമുഖൻ എന്നൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ അവതരിക്കുന്നത്. ലളിത എന്നൊരു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ശോഭനയും 2 മക്കളും, അവരുടെ ഫാമിലി, അവരുടെ ചുറ്റുപാട്, അവരുടെ കുടുംബം, നാട്ടുകാർ, ആ സിറ്റുവേഷൻസ് ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് സിനിമ മുന്നേറുന്നത്. അങ്ങനെ മുന്നേറി ഫാമിലി ഡ്രാമയായിട്ടുള്ള സിനിമ ഒരു ഹൃദയ ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ബാങ്കറായിട്ടുള്ള ഒരു ഇന്റർവൽ പോയിന്റിൽ വന്ന് നിർത്തുകയും അവിടെ ഞങ്ങളുടെ ഒരു ക്രൈം ഡ്രാമയായി വികസിക്കുകയും ചെയ്യുന്നതാണ് സിനിമ. ഇത് കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. നമ്മുടെ തരുമൂർത്തി സാർ വളരെ കഷ്ടപ്പെട്ട് സ്പോയിലർ ഇല്ലാതെ ഇതിനെ കാത്തുകൊണ്ട് തന്നെ ഞാനും അത് ചെയ്യുന്നില്ല. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരം എന്നൊന്നും പറയാനില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും അതെല്ലാം വളരെ എന്താ പറയുക, നൈസർഗികമായിട്ട് തന്നെ അദ്ദേഹം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള കൺട്രോൾ, പാഷൻ എല്ലാം നമുക്ക് ഈ സിനിമയിൽ വ്യക്തമാകും. ഡയറക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. സ്റ്റോറി കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഊഹിക്കാൻ പറ്റുന്നൊരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ അത് എടുത്തു വച്ചിരിക്കുന്ന രീതി അത് വളരെ ബ്രില്യൻ്റ് ആണെന്നുള്ളതൊന്നും പറയാനില്ല. ടെക്നിക്കലി ആയാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ടോപ്പ് നോട്ട്സ് എന്ന് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, എങ്ങനെ മിസ് ചെയ്തോ അതേപോലെ തന്നെ നമ്മളെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് തരുമൂർത്തി. തമാശയിലായാലും സങ്കടത്തിലായാലും നിസ്സഹായത കാണിക്കുന്ന മുഹൂർത്തങ്ങളാണെങ്കിലും നിഷ്കളങ്കത കാണിക്കുന്ന മുഹൂർത്തങ്ങളാണ് എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധമായ ഒരു ശൈലി തിരിച്ചു വന്നിരിക്കുകയാണ്. അതിൽ തരുമൂർത്തി 100% വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ ശോഭനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ്. തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ശോഭനയുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ചിരിക്കുന്നത്. ഒരിക്കലും കല്ലടിയായിട്ട് തോന്നിയിട്ടില്ല. കുട്ടികളായി ചെയ്തതിന് വളരെ മികച്ച പെർഫോമൻസസ് ആയിരുന്നു. ബിനു പപ്പു, അതുപോലെ വില്ലനായിട്ട് വന്നിരിക്കുന്ന പ്രകാശ് വർമ്മ, ഇവർ രണ്ടുപേരും വളരെ മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു പ്രകാശ് വർമ്മയുടെയൊക്കെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ കണ്ടവരാരും അദ്ദേഹത്തെ മറക്കില്ലെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഷാജിമാറാണ് ക്യാമറ, എസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് സിനിമയിൽ. ബ്യൂട്ടി മാത്രമല്ല, ഒപ്പിയെടുക്കേണ്ട എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ നിഷാദ് യൂസഫിൻ്റെ എഡിറ്റിംഗ് അദ്ദേഹം ഇടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞാണ്. പക്ഷെ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് മിക്സിങ് ഇതിൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. കാര്യം വളരെ നമ്മളെ റുക്കി നിർത്തുന്ന സൗണ്ടിങ് ആണ് സിനിമയുടെ പ്രത്യേകത. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് വിജയുടെ ബീജിയം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബീജിയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ജെയ്ക്സ് വിജയ ഇത് കാണിച്ചു തന്നിരിക്കുകയാണ്. കാര്യം പല സീൻസിലും ഗൂസ്ബംസും ടെൻഷനും പ്ലേഫുൾനെസ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പുള്ളിയുടെ മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ്. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാനിൽ തുടങ്ങി മോഹൻലാലിൻ്റെ ഹിറ്റ് സ്ട്രീക്ക് ഇതിൽ തുടരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബ പ്രേക്ഷകരായാലും യുവാക്കളായാലും നിങ്ങൾ കാണാനുള്ള മുതലുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ കാണുക, എൻജോയ് ചെയ്യുക. ഇതാണ് എൻ്റെ റിവ്യൂ. താങ്ക് യു.